നാളിതുവരെ കണ്ടും കേട്ടും ശീലമില്ലാത്ത ചില സംഭവങ്ങളാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൽ അരങ്ങേറുന്നത്. വയനാട് ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾക്കായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ നിന്നും പണം സമാഹരിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം നൽകേണ്ടത്. ഈ തീരുമാനം കോൺഗ്രസിലെ രഹസ്യ പോര് വെളിവാക്കുകയാണ്. നാളിതുവരെയായി കോൺഗ്രസിലെ പതിവിതല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ചുമതലയുടെ പൂർണ്ണ ഉത്തരവാദിത്വം KPCC പ്രസിഡന്റിനായിരിക്കും. ഫണ്ടിനെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈയിടെയായി പ്രത്യേകിച്ചും സുധാകരൻ അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ രീതികളെല്ലാം മാറുകയാണ്, അഥവാ മാറ്റുകയാണ്. അതിന് ചില കാരണവുമുണ്ട്. ഏതാനും ചില മാസങ്ങളായി കോൺഗ്രസിലെ ഉന്നതരായ രണ്ടു നേതാക്കന്മാർ തമ്മിലുള്ള തർക്കം ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സുധാകരനും തമ്മിൽ ഫണ്ടിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ച പുറത്തു വന്നിരുന്നു. ഫണ്ട് പിരിവിൽ സുതാര്യത ഇല്ല എന്ന ആരോപണം KPCCക്ക് നേരെ കോൺഗ്രസ് നേതാക്കന്മാർ നിരന്തരമായി ഉന്നയിക്കുന്നുമുണ്ട്. ഫണ്ടുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ചുമതലയുണ്ടായിരുന്ന KPCC അധ്യക്ഷനായ സുധാകരന് പലപ്പോഴും KPCCയിലെ കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. മുൻപും KPCCയുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ തലവെക്കാറുണ്ടെങ്കിലും സുധാകരൻ അധ്യക്ഷനായ ശേഷം അതിന്റെ തീവ്രത കൂടി. പലതരത്തിലുള്ള ഫണ്ട് പിരിവ് നടത്തിയിട്ടും KPCC ജനങ്ങളിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്തിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഫണ്ടില്ലാതെ വന്നു. ശേഷം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ താൽക്കാലിക അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് MM ഹസൻ ചുമതലയേൽക്കുമ്പോൾ വളരെ നിസ്സാരമായ തുക മാത്രമാണ് KPCCയുടെ ഫണ്ടായി ഉണ്ടായിരുന്നത്. തുടർന്ന് MM ഹസൻ ഉൾപ്പെടെ ബക്കറ്റ് പിരിവുമായി രംഗത്തിറങ്ങേണ്ടി വന്നിരുന്നു. 137 ചലഞ്ചുമായി ബന്ധപ്പെട്ട് 10 കോടിയിലധികം രൂപ കളക്ട് ചെയ്തിരുന്നു. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ടും 138 ചലഞ്ചുമായി ബന്ധപ്പെട്ടും കോടികൾ പിടിച്ചെടുത്തിരുന്നു. എന്നിട്ടും KPCCയുടെ അക്കൗണ്ട് കാലി. ചോദിക്കുമ്പോൾ ഫണ്ട് എവിടെ പോയി എന്ന് ഉത്തരം പറയാൻ സുധാകരന് കഴിയുന്നില്ല. തുടർന്ന് പല ഘട്ടങ്ങളിലായി VD സതീശനും സുധാകരനും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കമുണ്ടായി. 137 രൂപ ചലഞ്ചിൽ പിരിച്ചെടുത്തത് എത്ര എന്ന് സുധാകരനോട് VD സതീശൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ പിരിച്ചെടുത്ത തുകയുടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല എന്നും പിരിച്ച തുകയുടെ കൃത്യമായ കണക്കില്ല എന്നുമായിരുന്നു സുധാകരന്റെ സമ്മതം. സുധാകരൻ പറയുന്ന കണക്കും DCCകൾ നൽകിയ കണക്കും തമ്മിൽ പൊരുത്തമില്ല എന്നുള്ളതും സുധാകരനും VD സതീശനും നടത്തിയ സംഭാഷണത്തിൽ വ്യക്തമായിരുന്നു. കണക്കിലെ അവ്യക്തതയെ ചൊല്ലി ഇരു നേതാക്കളും ഫോണിലൂടെ തമ്മിൽ കൊമ്പു കൊടുക്കുകയും ചെയ്തു. അതേസമയം ഫണ്ടിൽ ക്രമക്കേട് നടന്നതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. മുൻപും സുധാകരനും VD സതീശനും പലപ്പോഴായി കൊമ്പ് കോർത്തിട്ടുമുണ്ട്. ചിലപ്പോഴെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് രൂക്ഷമായ ഭാഷയിൽ. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ അകത്തളങ്ങളിൽ ആളിക്കത്തുകയാണ്. സുധാകരന് മേലുള്ള വിശ്വാസക്കുറവ് മൂലം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെയും KPCC അധ്യക്ഷന്റെയും പേരിൽ സംയുക്ത ബാങ്ക് അക്കൗണ്ട് എന്നൊരു ചിന്ത പോലും കോൺഗ്രസിൽ ഉടലെടുക്കുന്നത്. എന്നാൽ സുധാകരന് കോൺഗ്രസിൽ കാലിടറി തുടങ്ങി എന്ന് തന്നെയാണ് ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും KPCC പ്രസിഡന്റ് എന്ന പദവി ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള KPCC അധ്യക്ഷ പദവിയിൽ ഒരു കൈകടത്തൽ സാധ്യമാക്കുകയില്ല എന്ന് കൂടിയാണ് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. സുധാകരൻ കോൺഗ്രസിൽ കല്ലുകടിയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. മാത്രമല്ല, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ KPCC ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല തർക്കങ്ങളും മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാം. KPCCയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടായ പ്രചാരണം മൂലം V പ്രതാപചന്ദ്രൻ എന്ന KPCCയുടെ മുൻ ട്രഷറർ മരിച്ചിരുന്നു. അപകീർത്തിയും മാനസിക ആഘാതവുമാണ് മരണകാരണമെന്നാണ് അന്ന് മക്കൾ പരാതിയിൽ പറഞ്ഞത്. അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ പരാതി നൽകാൻ പ്രതാപചന്ദ്രൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആകസ്മികമായ അന്ത്യം. ഇതിന് പുറകിലുണ്ടായിരുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾക്കെതിരെ അന്ന് പ്രതാപചന്ദ്രന്റെ കുടുംബാംഗങ്ങൾ കേസും കൊടുത്തിരുന്നു. കോൺഗ്രസിലെ ഈ ഫണ്ട് തർക്കം ഒരു തുടർക്കഥയാണ്. തർക്കിക്കുന്നതിനിടയിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കൂടി ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും.